തൊലി ചത്തു പോകുമ്പോൾ നമ്മൾ ഡോറ് തുറന്നിടുന്ന പോലെ അണുക്കൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ആൻഡ് ഒരുപാട് പേഷ്യൻസ് ഡോക്ടർ ഇതുപോലെ ബേൺസ് ആയിട്ട് കാണുന്നുണ്ടോ? നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറി എങ്ങനെയാണ് ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബേൺസിൻ്റെ ചികിത്സ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റാണ് ലോകമെമ്പാടും ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇവിടെ അണുക്കളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്? ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ട് നമ്മുടെ തൊലി സമ്മതിക്കുന്നില്ല, ബ്ലോക്ക് ചെയ്യും. തൊലി ഉള്ളതുകൊണ്ട് അണുക്കൾക്ക് പ്രവേശനം. പൊള്ളുമ്പോഴെന്താ പറ്റുന്നത്? തൊലി ചത്തു. തൊലി ചത്തു പോകുമ്പോൾ നമ്മൾ ഡോറ് തുറന്നിടുന്ന പോലെ അണുക്കൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക? ആൻറ്റിബയോട്ടിക്കോ ഡ്രസ്സിങ്ങോ മരുന്നുകളോ അല്ല. നഷ്ടപ്പെട്ട സ്കിൻ ബാരിയർ തിരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ചത്ത തൊലി ഒഴിവാക്കി പുതിയ തൊലി വെച്ച് ആ ഗ്യാപ്പ് അടയ്ക്കും. അതാണ് ബേൺസിൻ്റെ ചികിത്സ. അതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അത് നമ്മൾ പ്ലാസ്റ്റിക് സർജറി